Dear students, welcome to Learner's World. In this video, I'm going to talk about Black Men and Public Space by Brian Staples, FIUGP VSc Semester for Commerce and Management under Calicut University. Black Men and Public Space by Brian Staples. In the essay, Black Men and Public Space, Brian Staples describes how racial prejudice affects the everyday life of black men in American cities. അപ്പോൾ പബ്ലിക് സ്പേസിൽ ബ്ലാക്ക് മെൻ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ള ഒരു പ്രജുഡൈസിൻ്റെ പേരിൽ, മുൻവിധിയുടെ പേരിൽ വൈറ്റ് പീപ്പിൾ കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ ഈ ഒരു വർക്കിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ബ്രൈൻ സ്റ്റാപ്പിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് റേഷ്യൽ പ്രജുഡൈസ്, വംശീയപരമായിട്ടുള്ള മുൻവിധികൾ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് മെൻ്റെ, ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ, അതായത് എവറിഡേ ലൈഫിൽ, നിത്യജീവിതത്തിൽ എങ്ങനെയാണത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ സിറ്റീസിലൊക്കെ. Through his personal experiences, Staples show how black men are often unfairly seen as dangerous simply because of their appearance. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് ഇത് അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ എങ്ങനെയാണ് ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അമേരിക്കൻ സിറ്റീസിലൂടെ നടന്നു പോകുന്ന സമയത്ത്, പബ്ലിക് സ്പേസിലൂടെ നടന്നു പോകുന്ന സമയത്ത് വൈറ്റ് പേഴ്സൺ എങ്ങനെയാണ് അവരെ കാണുന്നത്. അവർക്ക് ഒരു റേഷ്യൽ പ്രജുഡൈസ് ഉണ്ട്, ഒരു വംശീയപരമായിട്ടുള്ള ഒരു മുൻവിധി കാരണം അവരെ ഈ ഒരു ബ്ലാക്ക് പീപ്പിളാണെന്ന് കാണുമ്പോൾ തന്നെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭയന്നോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് പീപ്പിൾ ക്രിമിനൽസ് ആണ് എന്നുള്ള ഒരു മുൻവിധിയൊക്കെ ഉണ്ട് ഈ ഒരു വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിൽ. It is a personal narrative detailing his experiences as a black man in American cities and the profound impact of racial prejudice on his daily life and identity. അപ്പോൾ ഒരു പേഴ്സണൽ നരേറ്റീവ് എന്നുള്ള രൂപത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ ഒരു ബ്ലാക്ക് മാൻ എന്നുള്ള രീതിയിൽ തൻ്റെ ജീവിതത്തിലുള്ള, തൻ്റെ എവറിഡേ ലൈഫിലുള്ള അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. റേഷ്യൽ പ്രജുഡൈസ് ആണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് വംശീയപരമായിട്ടുള്ള ഒരു മുൻവിധി. The central theme is a disparity between his harmless reality and the dangerous perception imposed on him by a fearful public. ഇതിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഒരു ഡിസ്പാരിറ്റിയാണ്, ഒരു ഡിഫറൻസസ് ആണ്. അതായത് ഈ ഒരു ബ്ലാക്ക് മാൻ എന്ന് പറയുന്നത് ഒരു ഹാംലെസ് റിയാലിറ്റിയാണ്. അയാൾ ഒരു കറുത്ത വർഗ്ഗക്കാരനാണെന്ന് വിചാരിച്ച് അയാൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇയാളൊരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളത് ഈ ഒരു വൈറ്റ് പീപ്പിളിൻ്റെ ഉള്ളിൽ, വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിൽ ഒരു റേഷ്യൽ പ്രജുഡൈസ് ഉണ്ട്, ഒരു മുൻവിധി ഉണ്ട്. അതായത് കറുത്ത വർഗ്ഗക്കാർ ഉപദ്രവിക്കുന്നവരാണ്, അവർ ക്രിമിനൽസ് ആണ് എന്നുള്ള ഒരു മുൻവിധി ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ആണ് ഈ ഒരു വർക്കിൽ കാണാൻ കഴിയുന്നത്. The essay begins with an incident in Chicago where a young white woman becomes frightened and runs away when Staples walks behind her at night. അപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റ് ഷിക്കാഗോയിൽ വെച്ചിട്ടുണ്ടായി സ്റ്റാപ്പിൾസിന്. ഒരിക്കൽ സ്ട്രീറ്റിൽ ഒരു വൈറ്റ് ലേഡി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിറകിൽ നടക്കായിരുന്നു സ്റ്റാപ്പിൾസ്. നൈറ്റിലായിരുന്നു. പക്ഷേ സ്റ്റാപ്പിൾസിനെ കണ്ടതും ഈ ലേഡി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, എന്നിട്ട് ഓടി എന്നാണ് പറയുന്നത്. Though Staples does nothing threatening, his presence alone causes fear. സ്റ്റാപ്പിൾസ് ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സ്റ്റാപ്പിൾസ് ഫോളോ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. സ്റ്റാപ്പിൾസ് ഈ ഒരു സ്ത്രീയുടെ പിറകെ നടന്നു പോവുമായിരുന്നു, സ്റ്റാപ്പിൾസിൻ്റെ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, ലൈഫിൻ്റെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്. പക്ഷേ ആ ഒരു പ്രസൻസ് പോലും ഈ സ്ത്രീയെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ദിസ് മൊമെൻറ്റ് മേക്സ് ഹിം റിയലൈസ് ദാറ്റ് ആസ് എ ബ്ലാക്ക് മാൻ ഹി ക്യാരീസ് വാട്ട് ഹി കോൾസ് ആൻ അൺവെയിൽഡ് ഇൻഹെറിറ്റൻസ്, the power to create fear in public spaces without intending to do so. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലാണ് സ്റ്റാപ്പിൾ റിയലൈസ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് മാൻ എന്ന് പറയുന്നത്, അദ്ദേഹം ആ ഒരു ബ്ലാക്ക് മാനെ വിളിക്കുന്ന ഒരു പേരാണ് അൺവെയിൽഡ് ഇൻഹെറിറ്റൻസ്.
ഭാരമുള്ള ഒരു പാരമ്പര്യം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാൾ ദ പവർ ടു ക്രിയേറ്റ് ഫിയർ ഇൻ പബ്ലിക് സ്പേസസ് വിത്തൗട്ട് ഇൻറ്റൻഡിങ് ടു ഡൂ സോ. അതായത് അയാൾ ഉദ്ദേശത്തോട് കൂടിയിട്ട് വൈറ്റ് പീപ്പിളിനെ ഒന്നും ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും നിൽക്കുന്നില്ല. പക്ഷേ എന്നാലും അവർ വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിലുള്ള ഒരു പ്രജുഡൈസ് കാരണം കറുത്ത വർഗ്ഗക്കാരനാണ് അയാളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രസൻസിലുള്ള ആ ഒരു പേടി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സ്റ്റാബിൾസ് എക്സ്പ്ലൈൻസ് ദാറ്റ് സച്ച് റിയാക്ഷൻസ് ആർ കോമൺ. അദ്ദേഹം പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള റിയാക്ഷൻസൊക്കെ സാധാരണ ആയിട്ടുള്ളതാണ്, എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. പീപ്പിൾ ഓഫൺ അവോയ്ഡ് ഹിം, ക്ലച്ച് ദെയർ ബാഗ്സ് ടൈറ്റ്ലി ക്രോസ് ദ സ്ട്രീറ്റ് ഓർ ലുക്ക് അറ്റ് ഹിം വിത്ത് സസ്പീഷ്യൻ. അതായത് അദ്ദേഹം പബ്ലിക് സ്പേസിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെളുത്ത വർഗ്ഗക്കാർ എപ്പോഴും അയാളെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് തൻ്റെ ബാഗൊക്കെ വൈറ്റ് പീപ്പിൾ എന്ത് ചെയ്യും, അവരുടെ ബാഗൊക്കെ വളരെ ടൈറ്റായിട്ട് പിടിക്കും. ഈ സ്ട്രീറ്റൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു കറുത്ത വർഗ്ഗക്കാരനുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഈ കറുത്ത വർഗ്ഗക്കാരെന്ന് പറയുന്ന ക്രിമിനൽസാണ്, അവരൊരു പക്ഷേ ഈ ബാഗൊക്കെ തട്ടിപ്പറിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അതുപോലെ അവരെ എപ്പോഴും സസ്പീഷ്യനിൽ, ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് വൈറ്റ് പീപ്പിൾ കാണുന്നത്. Shopkeepers, security guards and police officers also treat him as a potential criminal. അവിടുത്തെ ഷോപ്പ് സെക്യൂരിറ്റി ഗാർഡും പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഈ കറുത്ത വർഗ്ഗക്കാരെ കാണുന്നത് ഒരു ക്രിമിനലായിട്ടാണ്. These reactions are based not on his actions but on racial stereotypes that associate black men with crime and violence. ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നത് അയാളുടെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ പ്രവൃത്തി മൂലമല്ല, അതിലുപരിയായിട്ട് ഈ വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിൽ ഒരു സോഷ്യൽ പ്രജുഡൈസ് ഉണ്ട്, ഒരു റാഷ്യൽ പ്രജുഡൈസ്, ഒരു സ്റ്റീരിയോടൈപ്സ്. അതായത് സമൂഹത്തിൽ അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന കറുത്ത വർഗ്ഗക്കാരെന്ന് പറയുന്നത് വയലൻസിൻ്റെയും ക്രൈമിൻ്റെയും ഒക്കെ പ്രതീകമാണ്, അവരെ ഭയപ്പെടണം എന്നുള്ള ഒരു മുൻവിധി അവർക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. He describes an incident where he entered a newspaper office and the staffer froze, later stating she mistook him for a burglar. പിന്നീട് ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ന്യൂസ് പേപ്പർ ഓഫീസിൽ ചെന്ന സമയത്ത് ഒരു സ്റ്റാഫ് വളരെ ഫ്രോസായി മരവിച്ചു പോയി ഈ ഒരു ഈ ഒരു സ്റ്റാപ്ലറിനെ കാണുന്ന സമയത്ത്. അതായത് അയാൾ കറുത്ത വർഗ്ഗക്കാരനാണല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് മരവിച്ച് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ തന്നെ ആ ഒരു പേഴ്സൺ, ആ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു, ഒരു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അങ്ങനെ നിന്നതെന്ന് പറയുന്നുണ്ട്. In another case, a jewelry store owner brought a Doberman pinscher out from the back, clearly fearing him as a potential thief. വേറൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജ്വല്ലറി സ്റ്റോറിൽ ഒരിക്കൽ കള്ളനാണെന്ന് ഇയാളെ കണ്ട സമയത്ത്, ബ്ലാക്ക് പേഴ്സൺ ആണ്, അപ്പോൾ ഇയാളെ കണ്ട സമയത്ത് കള്ളനാണെന്ന് കരുതിയ ഒരു ഡോബർമാൻ പിൻഷർ, ഒരു ഡോഗിനെ ബാക്കിലൂടെ കൊണ്ടുവന്നതായിട്ട് ഓർക്കുന്നുണ്ട്. This also shows how these stereotypes affect Chapel's behavior. അതോടൊപ്പം തന്നെ ഈ എസ്സെ നമുക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റീരിയോടൈപ്സ്, ഈ ഒരു മുൻവിധികൾ, ഈ ഒരു പ്രജുഡൈസ് എങ്ങനെയാണ് ചാപ്പലിൻ്റെ ബിഹേവിയറിനെ മാറ്റിയെടുത്തത്, എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ടു റെഡ്യൂസ് ഫിയർ ഹി അഡോപ്റ്റ്സ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് സജസ്റ്റ് വിസിലിംഗ് ക്ലാസിക്കൽ മ്യൂസിക് വൈൽ വാക്കിംഗ് അറ്റ് നൈറ്റ്. അപ്പോൾ ഈ അയാളെ കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക്, വൈറ്റ് പേഴ്സണെ പേടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു തന്ത്രം ഉപയോഗിച്ചു. അതായത് രാത്രിയിൽ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഇങ്ങനെ വിസിൽ ചെയ്തുകൊണ്ട് പോകാം എന്ന് തീരുമാനിച്ചു. ദിസ് ഹെൽപ്സ് പീപ്പിൾ റെക്കഗ്നൈസ് ഹിം ആസ് എ ഹാംലെസ് ആൻഡ് എഡ്യൂക്കേറ്റഡ് റാദർ ദാൻ ത്രെട്ടനിങ്. അപ്പോൾ ഇത് അയാളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അതായത് ഒരു ഹാംലെസ്, ഉപദ്രവമൊന്നും ചെയ്യാത്ത ഒരാളാണ്, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, ഭീഷണിപ്പെടുത്തുന്ന ഒരാളൊന്നല്ല. കുറച്ചും കൂടെ ആളുകൾ ഫിയർലെസ് ആയിട്ട് മാറി ഇയാളുടെ പ്രസൻസിൽ. Staples compares this habit to hikers wearing cobwebs to warn bears. It is a way to protect both himself and others. അപ്പോൾ ഈ ഒരു പ്രവർത്തിനെ സ്റ്റാപ്പിൾ കമ്പയർ ചെയ്തത് ഹൈക്കേഴ്സുമായിട്ടാണ്. അതായത് കാൽനടയായിട്ട് പോകുന്ന ആളുകൾ കൗബെൽസ് ധരിക്കുമായിരുന്നു. അതായത് കരടികളൊക്കെ ഭയപ്പെടുത്താനായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അതായത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്.
Staples further reflects on how growing up in a violent environment shaped people's perceptions of him, even though he himself avoided violence. പിന്നീട് സ്റ്റാപ്പിൾസ് ഇതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അതായത് ആളുകളുടെ പെർസെപ്ഷൻ ചിന്താഗതി അതായത് സ്റ്റാപ്പിളിനെ കുറിച്ചിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് സ്റ്റാപ്പിൾ ഒരു ക്രിമിനലാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് സ്റ്റാപ്പിളിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ വയലൻസ് ഒക്കെ വരുന്നത്, ഫിയർ തോന്നുന്നത്. He emphasizes that constant suspicion causes emotional pain and a sense of alienation. പിന്നീട് അദ്ദേഹം പറയുന്നത് അതായത് മനഃപൂർവ്വം ആളുകൾ നമ്മൾ സംശയിക്കുന്ന സമയത്ത് അതൊരു ഇമോഷണൽ പെയിനിനും ഒരു എലിനേഷൻ, ഒരു ഏകാന്തതയ്ക്കും ഒക്കെ നമുക്ക് ഒരു ഒറ്റപ്പെടലിനൊക്കെ കാരണമാകുന്നുണ്ട്. സ്റ്റാപ്പിൾസ് കൺക്ലൂഡ്സ് ദ essay by highlights the damaging effects of racial stereotyping. അദ്ദേഹം ഈ ഒരു വർക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ റേഷ്യൽ സ്റ്റീരിയോടൈപ്പിംഗ്, ഈ റേഷ്യൽ പ്രജുഡൈസ് മൂലം എന്തൊക്കെ ഡാമേജ് സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെ കാരണമായിട്ടുണ്ട്, അതായത് ഇയാളുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. Staples urges readers to recognize how fear and prejudice distort human relationship and to move toward greater understanding, empathy and fairness in public life. റീഡേഴ്സിനോട് സ്റ്റാപ്പിൾസ് പറയുന്നത് എങ്ങനെയുള്ള പ്രജുഡൈസ് മൂലം, റേഷ്യൽ പ്രജുഡൈസ് മൂലം റിലേഷൻഷിപ്പിലൊക്കെ എത്രത്തോളം അത് ബാഡ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നല്ല രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കി സഹാനുഭൂതിയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പബ്ലിക് ലൈഫൊക്കെ നമുക്ക് നല്ല ബെറ്ററായിരിക്കും എന്ന് പറയുന്നത്.